ഏർലി ഫ്ലവറിംഗ് ടൈപ്പുണ്ട്. പിന്നെ ജനുവരി ഏപ്രിലിൽ പൂക്കുന്നുണ്ട്, മെയ് ജൂലൈയിൽ പൂക്കുന്നുണ്ട്. പിന്നെ ഒരു കൊല്ലം 2-3 പ്രാവശ്യമൊക്കെ പൂക്കുന്ന സ്പൊറാഡിക് ടൈപ്സ് ഉണ്ട്. ഇനി ഇതാണ് ചക്കയുടെ ഫ്രൂട്ട് ഷേപ്പ് കണ്ടിട്ടുള്ളത് വേരിയേഷൻസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം നമ്മളെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുക നമ്മളെ ആ എലിപ്സോയിഡ് ഷേപ്പോ അല്ലെങ്കിൽ സ്പിറോയിഡ് ഷേപ്പുള്ള യൂണിഫോം ഷേപ്പ് ആയിട്ടുള്ളതാണ് നമ്മൾ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുക. പക്ഷേ ചക്കയിൽ ഇങ്ങനെ പല ഇറഗുലർ ഷേപ്പ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ചക്ക ഉണ്ടാവും. ഇത് നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഭയങ്കര വേരിയേഷൻ ഇതിലേക്ക് കിട്ടും. ഈ ആ ചെറുതോട് താമസിച്ചൊക്കെയാണ്. പിന്നെ ഇതിന്റെ മുള്ളിന്റെ പാറ്റേണിലുള്ള വ്യത്യാസങ്ങൾ, ചിലതിന് ഭയങ്കര പരന്ന മുള്ള വരും, ചിലതിന് കുറുത്ത മുള്ള. ഏതാ വെറൈറ്റി? ആ വെറൈറ്റി അതേമാതിരി ഇതിന്റെ ചൊളയുടെ ഷേപ്പ് അത് പലതിലും പല വിധത്തിലാണ്. ഞാൻ ഡയഗ്രാം കാണിച്ചത്. അതേമാതിരി കളറ് നമുക്ക് യെല്ലോയും ഉണ്ട്, ഓറഞ്ച് കളർ പോകുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ 2 കളറാണ്. പിന്നെ സീഡിന്റെ ഷേപ്പ് അതിലും ഭയങ്കര വ്യത്യാസം. പിന്നെ സീഡിന്റെ ഷേപ്പും റീപ്രൊഡക്ടിവിറ്റി ചെയ്യുന്നുണ്ടില്ല. പക്ഷേ സീഡിന്റെ ഷേപ്പും വെയിറ്റും ഒക്കെ ആയിട്ട് നമുക്ക് സീഡ് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, സീഡ് ബേസ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ സീഡ് ഫ്ലോർ അല്ലെങ്കിൽ സീഡ് ബേസ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സീഡ് വലുപ്പമുള്ള ചക്കയിൽ അവർക്ക് താല്പര്യം. അവർക്ക് വളരെ ചൊളയുടെ ടേസ്റ്റ് ആയിരിക്കില്ല. അപ്പൊ ചിലതിന്റെ പേരുകളില്ല, ഭയങ്കര പേരെന്ന് നമ്മൾ കൊടുത്തിട്ടുള്ള ആക്സസ് അതുകൊണ്ടിട്ട് അതിൽ നിന്ന് പഠിക്കുന്നത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതേ കാര്യം ഇതിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് 18% ഷുഗറുള്ള വരെ ഇനങ്ങൾ കാണാൻ പറ്റുന്നു. അതായത് 18%. ഇതാണ് ഈ 2 ഇനങ്ങളിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് മധുരവും കൂടുതൽ അല്ലെങ്കിൽ പെക്റ്റിനും കൂടുതലായിരുന്നു. ഇതാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയിട്ടുള്ള 2 ഇനങ്ങളില്ല. ഒന്ന് മുട്ടമരിക്ക്, ഒന്ന് സിന്ധൂര്. ബാക്കിയുള്ളതൊക്കെ പൊതുജനം ഗുണങ്ങളാണ്. അരക്കില്ല ചക്ക, ഗംലെസ്, അതേപോലെ വിയറ്റ്നാം ഇതൊക്കെ